നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് തിരുസഭ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കും. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഏതാനും കാര്യങ്ങൾ ചിന്തിക്കും. തിരുസഭ നമുക്ക് വിചിന്തനതരായിട്ട് നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങളാണ്. 2 ഭാഗമായിട്ടാണ് ഇവിടെ സുവിശേഷം പറയുന്നത്. ഒന്ന്, എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു. 2-ാം ഭാഗം മറിയത്തിൻ്റെ സ്തോത്രഗീതം. നമുക്കറിയാം, അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് അമ്മയെക്കുറിച്ച് എലിസബത്ത് പറയുന്നത് കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച പരിശുദ്ധ അമ്മ ഭാഗ്യം ചെയ്തവളാണ്. നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പം നമ്മളും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം പരിശുദ്ധ അമ്മയെ നമുക്ക് കിട്ടിയതിലൂടെ നമ്മളെത്ര വലിയ ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്കറിവുള്ള കാര്യമാണ്. കാരണം അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പം പലതരത്തിൽ പലരും പറയുമെങ്കിലും ഈ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ അമ്മയെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഈശോ പീഡാസഹനങ്ങൾ കടന്ന് മരണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ ശിഷ്യനായ യോഹന്നാനെ വിളിച്ചിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം പറയുന്നു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിക്കുകയും തിരിച്ച് അമ്മയെ ഏൽപ്പിക്കുന്ന സമയത്ത് ഈശോയുടെ നാവ് കൊണ്ട് ഉച്ചരിച്ച വാക്കാണ് ഇതാ നിൻ്റെ അമ്മ. ആ ഒരൊറ്റ വാക്ക് മതി നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അമ്മയോട് പങ്കുവെക്കാൻ. ഈശോ തന്നെ പറഞ്ഞ വാക്ക് ഇതാ നിൻ്റെ അമ്മ. പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, അമ്മയെപ്പോലെ പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹത്തെക്കുറിച്ചും ജെറുസലേമിൽ വെച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്ന കാര്യമാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ കൂടുതലും പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. കാരണം ഈശോയ്ക്കറിയാം, ഈശോ നമുക്കൊരാളെ തരാനിരിക്കുന്നു. അത് മറ്റാരുമല്ല, ഈശോയുടെ സ്വന്തം അമ്മയായ പരിശുദ്ധ അമ്മേ. അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇത്രയും ശക്തമേറിയ ഒരു പ്രാർത്ഥനയായിട്ട് സഭ കരുതുന്നത്. നമുക്കറിയാം, ഏറ്റവും ബുദ്ധിമുട്ടോടുകൂടി ചെയ്യാൻ പറ്റുന്നത്. കാരണം പിശാച് ഏറ്റവും അസ്വസ്ഥമാകുന്ന ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നമ്മൾ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ ധ്യാനിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഒരു പ്രതിരൂപമാണ് ഈശോ നമുക്ക് തന്ന നമ്മുടെ അമ്മ. നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഈശോയെ ഗർഭത്തിൽ വഹിക്കുന്ന ആ സമയം, ആ കാര്യം അറിഞ്ഞതിന് ശേഷം അമ്മ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മ വളരെ തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ വചനം പറയുന്ന ഒരു കാര്യം അമ്മ തിടുക്കത്തിൽ പോയി എന്നുള്ളത്. പരിശുദ്ധാത്മാഭിഷേകം കിട്ടിക്കഴിഞ്ഞ ഓരോ വ്യക്തികളിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ ഒരു തിടുക്കം. കാരണം വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, തണുപ്പോ ചൂടോ ഉള്ളവനായി നീ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നീ എങ്ങനെയാണ് എന്നാണ് വചനം പറയുന്നത്? തണുപ്പോ ചൂടോ ഇല്ലാത്ത മന്ദോഷ്ണനായി നീ മാറുകയാണെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയുമെന്നാണ് വചനം പറയുന്നത്. തണുപ്പും ചൂടുമില്ലാത്ത അവസ്ഥ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ അവസ്ഥ. തണുപ്പുമില്ല, ചൂടുമില്ല, ഒരു നിസ്സംഗ മനോഭാവം ഒരുപാട് സഭാമക്കൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. തന്നെ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങളിൽ അവരിടപെടാത്ത ഒരു നിസ്സംഗമായ മനോഭാവം. പക്ഷെ അമ്മ പറയുന്നത്, അമ്മ ആത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ മനോഭാവത്തോടു കൂടി അമ്മ ആ അവസ്ഥയിൽ തിടുക്കത്തിൽ യൂദായിലെ മലമ്പ്രദേശത്തേക്ക് ഓടി എന്നാണ് വചനം പറയുന്നത്. ഇങ്ങനെയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്: നിങ്ങൾ ആത്മാവിനാൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവനെന്ന്. ആത്മാവിൽ ജ്വലിക്കുന്നത് കാരണം നമ്മൾ മാമോദിസയൊക്കെ സ്വീകരിച്ച്
തൈര് ലേപനത്തിലൂടെയൊക്കെ നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞവരാണ്. നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് ആ ഒരു തീഷ്ണതയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. നമുക്ക് ഈ ആരാധനയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമം ഈ ലോകത്തിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങൾ സ്വീകരിച്ച ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിലൊരു ജ്വലനം അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയൂ. നമ്മൾ ജ്വലിച്ചുവെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മൾ ആ ഒരു ജ്വലനത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മന്ദോഷ്ണനായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നമ്മൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല. കാരണം നമ്മൾ സ്വയം ജ്വലിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവം വസിക്കുന്നുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ ആത്മാവ് ജ്വലിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ആരാധനയെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ്. പരിശുദ്ധ അമ്മ ചെന്നു എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവളുടെ ഉള്ളിൽ ശിശു കുതിച്ച് ചാടിയെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവം സന്നിഹിതനാണ്. നമ്മുടെ ഒരു വാക്കിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ആ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ആരാധനയിൽ ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്, പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ അവൻ്റെ നിഴലെങ്കിലും പതിച്ച് രോഗസൗഖ്യങ്ങളും വിടുതലും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് രോഗികളെ കൊണ്ട് കിടത്തുമായിരുന്നു. പത്രോസിൻ്റെ നിഴലടിച്ചാൽ പോലും രോഗസൗഖ്യം കിട്ടുന്ന അവസ്ഥ. പത്രോസ് സ്വീകരിച്ച അതേ ആത്മാവിനെയാണ് നമ്മളും സ്വീകരിച്ചത്, നമ്മുടെ ഉള്ളിലുമുള്ളത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, ഈശോയെ ഞങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ ശിശു ഉള്ളിൽ കുതിച്ചു ചാടി. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-37 തിരുവചനമൊക്കെ പറയുന്നത്, നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഓർക്കണം, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ മറ്റുള്ളവരെ ഉണർത്തുകയാണോ അതോ അവരെ തളർത്തുകയാണോ? കാരണം നമ്മൾ പറയുന്ന വാക്കിലൂടെ ആത്മാവ് വർഷിക്കപ്പെടും. വചനം അതാണ്. വചനം നമ്മൾ പറയുന്ന വചനം, ഈശോ പറയുന്ന വചനം അത് തന്നെയാണ്. വചനം ആത്മാവാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മൾ സൂക്ഷിക്കണം. കാരണം സഭാപ്രസംഗകൻ്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിലും പറയുന്നത്, നീ പറയുന്ന വ്യർത്ഥവാക്കിലൂടെ നീ നിൻ്റെ അധ്വാന ഫലം വ്യർത്ഥമാക്കുന്നത് എന്തിനാണ്? ദൂതൻ്റെ മുമ്പിൽ നീ കുറ്റക്കാരനായി കാണപ്പെടരുതെന്നാണ് വചനം പറയുന്നത്. സഭാപ്രസംഗകൻ 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് നമ്മുടെ തന്നെ അധ്വാന ഫലം വ്യർത്ഥമാക്കി കളയുമെന്നാണ് തിരുവചനം പറയുന്നത്. അതുപോലെ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിലും പറയുന്നത്, വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന്. ആ അവസ്ഥയിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് വരും. അപ്പം ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, നമുക്ക് ലഭിക്കുന്ന ആത്മാവിലൂടെ നമുക്കുണ്ടാവേണ്ട ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാവരോപണ തിരുനാളാണെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു ഓർമ്മയും കൂടെയാണ്. ഭൗതികമായ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിലും ആത്മീയമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ക്രൈസ്തവരായ നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 8-ാം അധ്യായം 34-ാം തിരുവചനം, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്.
2 Korinthos 3:17 പറയുന്നുണ്ട്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? കർത്താവ് ആത്മാവാണ്, ആ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പാപത്തിൻ്റെ ഏതെങ്കിലും അടിമത്ത അവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ഈശോ നമുക്ക് നേടിത്തന്ന ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഈ ആരാധനയിൽ ചിന്തിക്കാം. കാരണം ഗലാത്യക്കാർക്ക് എഴുതിയ 5-ാം അധ്യായത്തിൽ ക്രൈസ്തവ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, വിശുദ്ധ ഗ്രന്ഥം തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നന്മ തിന്മകളുടെ അറിവിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിച്ചതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ അനുഭവിച്ചത്. കർത്താവിന് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നത് ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് വീഴാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് ഗലാത്യക്കാർക്ക് എഴുതിയ 5-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹത്തോടെ ദാസരെ പോലെ പരസ്പരം സേവിച്ച് ജീവിക്കണം. അതിലാണ് നമ്മൾ സ്വാതന്ത്ര്യം കണ്ടെത്തേണ്ടത്. അപരനെ സേവിക്കുന്നതിലൂടെ കണ്ടെത്തേണ്ട സ്വാതന്ത്ര്യം. ആ ഒരു ബോധ്യം നമ്മൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു കൃപ ലഭിക്കാൻ വേണ്ടി നമ്മൾ സങ്കീർത്തനം 119-ാം അധ്യായം 119:11 വചനം പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോവാതിരിക്കാൻ എന്ത് വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. പരിശുദ്ധ അമ്മയെ വളരെ പ്രത്യേകമായി ഓർക്കുന്ന ഈ ദിവസത്തിൽ കർത്താവിൻ്റെ വചനം നിറമേറുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച അമ്മയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കാം. കർത്താവേ, നീ പറയുന്ന ഓരോ വാക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റെടുത്ത് നിനക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ പാപത്തിൻ്റെ എല്ലാവിധ അടിമത്തങ്ങളും നമ്മളെ മോചിപ്പിച്ച് ദൈവമക്കളെന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇടയാക്കിയ നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.